ഹലോ മൈ ഡിയേഴ്സ്, എല്ലാവർക്കും ദീക്ഷയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പ് കറൻറ്റ്ലി ഏത് അവസ്ഥയിലൂടെയാണ് കടന്നു പോകുന്നത്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, എന്തുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് ഇപ്പോൾ ഈ ഒരു സ്റ്റേറ്റിലുള്ളതെന്നാണ്. അപ്പോൾ ഇത് തീർത്തും ഒരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ തന്നെ ടൈംലെസ് ആണ്, ജെൻഡർലെസ് ആണ്. സോ നിങ്ങൾ ഈ വീഡിയോ കാണുന്നത് എപ്പോഴാണോ അപ്പം മുതൽ നിങ്ങൾക്കിത് വാലിഡായി തുടങ്ങുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇവിടെ വരുന്ന എനർജീസ്, സിറ്റുവേഷൻസ്, ക്ലൂസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസനേറ്റ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് ആയി എടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഫോഴ്സ്ഫുള്ളി റെസനേറ്റ് ചെയ്യിപ്പിക്കാതെ വിട്ട് കളഞ്ഞേക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് വരാം. ഈ ഒരു സമയം നിങ്ങളുടെ വ്യക്തിയെക്കുറിച്ച് വളരെ പോസിറ്റീവായി ആലോചിച്ചുകൊണ്ട് തന്നെ റീഡിങ്ങുമായിട്ട് കണക്റ്റ് ആവാൻ ശ്രമിക്കുക. നമുക്കിപ്പോൾ ഈ റിലേഷൻഷിപ്പിൽ ഇപ്പോൾ ഉള്ളൊരു മെയിൻ എനർജി എടുക്കാം. ഹാർട്ടേക്ക് ആൻഡ് ലോസ്, മെൻ്റൽ കോൺഫ്ലിക്റ്റ്, ഇതാണ് നമുക്ക് മെയിൻ എനർജീസ് ആയിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറൻ്റ് ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്ത വ്യക്തികളുടെ എനർജിയാണ് കാണാൻ കഴിയുന്നത്. എന്നാൽ ആ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇവിടെ കാണുന്ന പോലെ തന്നെ ഒരു ഇൻഡിസിഷൻ എനർജിയിലേക്ക് ചിലപ്പോൾ നിങ്ങളെയാണെന്നുണ്ടെങ്കിലും കൊണ്ടെത്തിച്ചത് ഇതിൻ്റെ പിന്നിൽ നടന്നിട്ടുള്ള ബാക്കിയുള്ള സംഭവങ്ങളായിരിക്കാം. ട്രസ്റ്റ് ഇഷ്യൂസ് സംഭവിച്ചിട്ടുണ്ടാവാം, നിങ്ങളുടെ വ്യക്തി ചിലപ്പോൾ നിങ്ങളെ ചീറ്റ് ചെയ്തിട്ടുണ്ടാവാം. എന്താണെന്നുണ്ടെങ്കിലും ഒരുപാട് പെയിൻ തരുന്ന അല്ലെങ്കിൽ മനസ്സ് വേദനിപ്പിക്കുന്ന അനുഭവങ്ങളിലൂടെ കടന്നു പോയിട്ടുള്ള വ്യക്തികളുടെ ഒരു എനർജിയാണ്. സ്റ്റിൽ ഇതിനകത്തൊരു ഭാവിയുണ്ടോ, അല്ലാന്നുണ്ടെങ്കിൽ ഇതുമായിട്ട് തുടർന്നുകൊണ്ട് പോകണോ, കാത്തിരിക്കണോ, ഒന്നും നിങ്ങൾക്ക് ചിലപ്പോൾ അറിയുന്നുണ്ടാവില്ല. നിങ്ങളുടെ സ്നേഹക്കൂടൽ കൊണ്ട് കാത്തിരിക്കാൻ തോന്നിക്കഴിഞ്ഞാലും ചിലപ്പോൾ ലോജിക് വൈസ് തിങ്ക് ചെയ്യുമ്പോഴത്തേക്കും വേണ്ടാന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവാം. പക്ഷേ എന്നാൽ അങ്ങനെ വേണ്ടാന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഫുൾ സ്റ്റോപ്പ് ഇട്ട പോലെ വേണ്ടാന്ന് വെച്ച് പോകാനും പറ്റാത്ത ഒരു മാനസികാവസ്ഥയായിരിക്കണം. നമ്മൾ തള്ളണോ കൊള്ളണോ എന്ന് പറയുന്ന പോലെ നിൽക്കുന്ന ഒരവസ്ഥയാണ്. ഇതിനകത്ത് ഒരുപാട് കൺഫ്യൂഷൻസ് ഉണ്ട്, കോംപ്ലിക്കേറ്റഡ് മൈൻഡ് സെറ്റ് നമുക്ക് കാണാം. എന്തൊക്കെയോ ക്ലാരിറ്റി നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. ഒരുപക്ഷെ അങ്ങനെയുള്ളൊരു ക്ലാരിറ്റി കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരു ആത്മവിശ്വാസം കിട്ടിയേക്കും. പക്ഷേ ക്ലാരിറ്റി കിട്ടാത്ത ഒരവസ്ഥയായിരിക്കാം. അപ്പോൾ ഇതാണ് നമുക്ക് മെയിൻ എനർജി ആയിട്ട് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോൾ ഈ പറഞ്ഞ പോലെ റിലേഷൻഷിപ്പിനകത്തൊരു മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ട് അല്ലെങ്കിൽ സ്വരച്ചേർച്ചയില്ലായ്മയൊക്കെയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു പേഴ്സണ് നിങ്ങളോടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് എന്താണ്, അവരുടെ ഒരു നിലപാട് നമുക്ക് എന്താണെന്ന് നോക്കാം. അപ്പോൾ എന്താണെന്നുണ്ടെങ്കിലും നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയുള്ള ഒരു പ്രോപ്പർ കമ്മ്യൂണിക്കേഷൻ ഇതിനകത്ത് നടക്കുന്നില്ല എന്നുള്ളത് കാണാം. ചിലവർ തീർത്തും നോ കോൺടാക്റ്റ് ആയിരിക്കാം, ചിലരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ഓൺ ആൻഡ് ഓഫ് ആയിരിക്കാനുള്ള സാധ്യതയും ഉണ്ട്. Three of Pentacles, Ace of Wands, Queen of Cups, Seven of Pentacles, Two of Swords, Knight of Pentacles, Eight of Swords, Six of Swords, Lovers, Four of Swords, Queen of Swords, Death and Rebirth, Ace of Cups and Four of Cups. ഇവിടെ ഈ ഒരു പേഴ്സൻ്റെ ആറ്റിറ്റ്യൂഡ് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടായിരുന്ന ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ലെങ്കിൽ ആ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എനർജി ഒന്നും ഇപ്പോൾ കാണിക്കാത്തതായിട്ട് നമുക്ക് വളരെ സ്ട്രോങ് ആയിട്ട് കാണാം. അതായത് പൊതുവെ ഒരു തണുപ്പ് മട്ടാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ കാണിക്കുന്നത്. പ്രത്യേകിച്ച് അവിടെ ആക്ഷൻ എടുക്കുന്നില്ല. നമ്മൾ നേരത്തെ
നിങ്ങളുടെ ഒരു സിറ്റുവേഷൻ്റെ എനർജിക്ക് വേണ്ടി നോക്കിയപ്പോൾ എടുത്ത 2 കാർഡ്സിൽ ഒരു കാർഡ് നമുക്കിവിടെ വളരെ എവിഡൻ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ആ ഒരു 2 ഓഫ് സോർഡ്സ് എനർജി. ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങളുടെ പേഴ്സൺ ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നതെന്ന് വേണമെന്നുണ്ടെങ്കിൽ പറയാം. അതായത് അവർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാനായിട്ട് കഴിഞ്ഞിട്ടില്ല. ആ ഒരു സ്റ്റക്നെസ്സാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ ബാധിച്ചിട്ടുള്ളത്. ഇതിനകത്ത് സ്ട്രോങ് ആയിട്ടുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷനുള്ള ഒരു റിലേഷൻഷിപ്പായിട്ടാണ് നമുക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയുന്നത്. കാരണം അതിനകത്താണ് ഈ ഒരു പേഴ്സൺ സ്റ്റക്കായിരിക്കുന്നത്. ഇപ്പോൾ ഇവിടുത്തെ പല എനർജീസ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു സ്ലോ പേസ് എനർജീസ് കയറി വന്നിട്ടുണ്ട്. ഈ ഒരു സൺ ഓഫ് പെൻറ്റക്കിൾസ്, അതുപോലെ നൈറ്റ് ഓഫ് പെൻറ്റക്കിൾസ്, ഫോർ ഓഫ് സോഡ്സ് എനർജി, ഇതെല്ലാത്തിലും നമുക്ക് ഈ ഒരു പേഴ്സൺ സ്വീകരിക്കുന്ന ആ ഒരു എന്താ പറയുന്ന ഒരു സ്ലോ പേസ് അല്ലാന്നുണ്ടെങ്കിൽ ഒരു തണുപ്പം മട്ട് കാണാനായിട്ട് കഴിയുന്നുണ്ട്. പോസ്റ്റ്പോണ്ട് ചെയ്ത കാര്യങ്ങൾ പിന്നത്തേക്ക് വെക്കുന്നുണ്ട്. കറൻ്റ്ലി ആക്ഷൻ എടുക്കാതെ മടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുടെ ലൈഫിൽ അവർ നിങ്ങളുടെ റിലേഷൻഷിപ്പ് സിഗ്നിഫിക്കൻ്റ് ആണെന്ന് കരുതുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു റിലേഷൻഷിപ്പിലാണ് ഈ ഒരു അവസ്ഥയിൽ പോയിക്കൊണ്ടിരിക്കുന്നത്. അതായത് വളരെ കോൺഷ്യസ് ആണ്. ഈ ഒരു വ്യക്തിക്ക് തന്നെ അറിയാം എന്നുള്ളത് നമുക്കിവിടെ നല്ലതുപോലെ മനസ്സിലാക്കാനായിട്ട് കഴിയുന്നുണ്ട്. അതായത് ചില റിലേഷൻഷിപ്പൊക്കെ നമ്മൾ എടുക്കുമ്പോൾ ആ ഒരു വ്യക്തി ചിലപ്പോൾ ഒട്ടും ഒരു താല്പര്യവും ഇല്ലാതെ ഇങ്ങനെ മുന്നോട്ട് പോകേണ്ടുന്ന ഒരവസ്ഥ വരാം. പക്ഷേ ഇവിടെ ഒരു തരത്തിൽ നമ്മൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ ഒന്ന് ശ്രമിച്ചു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവരൊന്ന് കുറച്ചൊരു മൈൻഡ് സെറ്റിൽ വരികയാണ്, അവരുടെ ഒരു കൺഫ്യൂസ്ഡ് മൈൻഡ് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് ഒരുപാട് മുന്നോട്ട് പോകാനായിട്ട് കഴിയും, അല്ലെങ്കിൽ നിങ്ങളുടെ റിലേഷൻഷിപ്പ് മുന്നിലേക്ക് കൊണ്ടുപോകാനായിട്ട് കഴിയും. പക്ഷേ അവരത് ശ്രമിക്കുന്നില്ല. എന്നാൽ നമ്മളിവിടെ നോക്കുമ്പോൾ അങ്ങനെ ശ്രമിക്കാത്തത് നിങ്ങളോട് സ്നേഹം ഇല്ലാത്തത് കൊണ്ടാണോ, അവരുടെ മനസ്സിൽ നിങ്ങളോട് യാതൊരു താല്പര്യവും ഇല്ലേന്ന് നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും താല്പര്യമുണ്ട്, ആ ഒരു ഇമോഷൻസ് ഉണ്ട്, അതെല്ലാം നമുക്കിവിടെ കാണാം. പക്ഷെ എന്നിട്ടും ഈ ഒരു വ്യക്തി ഒന്ന് മടിഞ്ഞിരിക്കുന്ന ഒരവസ്ഥയാണ്. ഒരു പക്ഷേ ഈ ഒരു പേഴ്സണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിനകത്ത് ഇത്തരം പ്രോബ്ലംസും കാര്യങ്ങളുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങളോടൊരു സ്നേഹമുണ്ട് എന്ന് നിങ്ങൾക്കും കൂടി അറിയുന്നത് കൊണ്ടായിരിക്കും നിങ്ങളും കൺഫ്യൂസ്ഡ് ആയി പോകുന്നത്. അതായത് ഒരു കാലത്ത് നിങ്ങൾ അത്രമേൽ സ്നേഹിച്ചിട്ടുള്ള, അല്ലെങ്കിൽ ചിലപ്പോൾ ഈ ഒരു പേഴ്സണായിട്ടായിരിക്കാം നിങ്ങളുടെ റിലേഷൻഷിപ്പ് ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ ഇതിനകത്ത് ഓവറായിട്ട് എനർജി ഇൻവെസ്റ്റ് ചെയ്തതും ഇതിനകത്തേക്ക് ചിലപ്പോൾ നിങ്ങളെ കൊണ്ടുവന്നതും ഫോഴ്സ് ചെയ്തതും ഒരുപാട് കമ്മിറ്റ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോമിസസ് ഒക്കെ തന്നതും ഈ ഒരു വ്യക്തിയായിരിക്കും. അപ്പം അങ്ങനെയുള്ള ഒരു പേഴ്സണിൽ നിന്ന് ഇപ്പോഴത്തെ ഒരു സമീപനം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ചിലപ്പോൾ സങ്കല്പിക്കാൻ പോലും കഴിയാത്തൊരു കാര്യമായിരിക്കും. അതാണ് നിങ്ങൾക്ക് ഇത്രയേറെ ഒരു ഹാർട്ട് ടേക്ക് ഒക്കെ ഉണ്ടാവാനുള്ള ഒരു കാര്യം. മാത്രമല്ല, ഇത്രയും സ്നേഹമുള്ള ആ ഒരു പേഴ്സൻ്റെ മനസ്സിൽ ഇപ്പോഴത്തെ സിറ്റുവേഷൻ ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ പോലും എന്നോട് സ്നേഹമുണ്ട്, എവിടെയോ ആളുടെ മനസ്സിനകത്ത് സ്നേഹമുണ്ട് എന്നുള്ള ആ ഒരു തോന്നൽ, അത് നിങ്ങളെ ചിലപ്പോൾ ഇതിനകത്ത് വെയിറ്റ് ചെയ്തിരിക്കാനായിട്ട് പ്രേരിപ്പിക്കുന്നുണ്ടാവും. അപ്പോൾ ഈ ഒരു പേഴ്സൺ നിങ്ങൾക്ക് തന്നിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് മറന്നു പോകാനായിട്ട് കഴിയുന്നില്ല, അല്ലാന്നുണ്ടെങ്കിൽ അത് കാണാത്തതായിട്ട് നടിക്കാൻ കഴിയുന്നില്ല. സോ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഈ ഒരു ഏഹ്, എന്താ പറയുന്നത്, ഈ ഒരു പ്രശ്നത്തിൽ കുഴങ്ങിക്കിടക്കുന്ന ഒരവസ്ഥ, അല്ലെങ്കിൽ നിങ്ങളും ആ ഒരു ഡബിൾ മൈൻഡിലേക്ക് വന്നതിൻ്റെ റീസൺ അതായിരിക്കാം. അപ്പോൾ ഇവിടെ നമ്മളിപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു പേഴ്സൺ വളരെയധികം സ്ലോ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതായത് മനഃപൂർവ്വം ഇവരായിട്ട് തന്നെ കാര്യങ്ങൾ വൈകിപ്പിക്കുന്നു. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഓപ്പൺ കമ്മ്യൂണിക്കേഷന് തയ്യാറാവുന്നില്ല, ഒന്നും വിട്ട് പറയുന്നില്ല. ഓൺ ആൻഡ് ഓഫിലൊക്കെ നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങളെന്താണോ ചോദിക്കുന്നത് അതിന് ഇവർക്ക് റിപ്ലൈ ഉണ്ടാവണമെന്നില്ല, അല്ലെങ്കിൽ പിന്നെ പറയാമെന്ന് പറയുന്നുണ്ടാവും. ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്ന് വരാം. അതായത് ഇവരായിട്ട് തന്നെ കാര്യങ്ങൾ ഒരു അലംഭാവം വരുത്തുന്നതായിട്ട് കാണാം. അപ്പോൾ അതാണ് നമ്മൾ നേരത്തെ പറഞ്ഞത്, ഈ ഒരു പേഴ്സൺ ഒന്ന് ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവർ ഒരു ഉറച്ചൊരു രീതിയിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ പണ്ടേ ഈ ഒരു അവസ്ഥ മാറിപ്പോയേനെ. അതിനായിട്ട് അവർ ശ്രമിക്കുന്നില്ല എന്നുള്ളതാണ്. മറ്റൊരു തരത്തിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ അവസ്ഥ ഇങ്ങനെയാണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ പേഴ്സൺ വിചാരിക്കുന്നത് കുറച്ചൊരു ടൈം എടുത്തിട്ടായാലും ഇതിനകത്ത് ഒരു ഫ്യൂച്ചർ ഉണ്ടാവും, അല്ലെങ്കിൽ ഈ ഒരു അവസ്ഥ മാറും എന്നുള്ളൊരു കോൺഫിഡൻസ് അവർക്കുണ്ട്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് നിങ്ങൾക്ക് തരാനായിട്ട് അവർക്ക് കഴിയുന്നുണ്ടാവില്ല. അപ്പോൾ ഒരുപക്ഷെ ഇവർക്ക് നിങ്ങളോടുള്ള ആ ഒരു വിശ്വാസവും കാര്യങ്ങളൊക്കെ അത്രത്തോളം ഉള്ള ഒരു വ്യക്തിയായിരിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇവരെ വിട്ട് നിങ്ങളെവിടെയും പോവില്ല എന്നുള്ളൊരു ഓവർ കോൺഫിഡൻസ് അവർക്കുണ്ടാവാം. അപ്പോൾ അതും കൂടി കൊണ്ടാണ് അവർ ഈ ഒരു അലസം മട്ട് സ്വീകരിക്കുന്നത്. ഇപ്പോൾ നമുക്കൊരു കാര്യത്തിൽ ആക്ഷൻ എടുക്കണം എന്നുണ്ടെങ്കിൽ അത് നമ്മളുടെ കയ്യിലുള്ള കാര്യമാണ്. അപ്പോൾ നമ്മളെന്ത് ചിന്തിക്കും? ഓ, അതവിടെ പോവാൻ, അത് നാളെ ചെയ്യാം എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിലേക്ക് മാറും. എന്ന് പറഞ്ഞതുപോലെയുള്ളൊരു അവസ്ഥ നമുക്കിവിടെ കാണാം. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സണെ സംബന്ധിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ പല എനർജീസിനകത്താണെന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ നിന്നൊരു മാറ്റം ഉണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷ നമുക്ക് കാണാം. കുറച്ച് സ്ലോ ആയിട്ടാണെന്നുണ്ടെങ്കിലും എല്ലാം കലങ്ങി തെളിയുന്നൊക്കെ നമ്മൾ പറയില്ലേ, എന്ന് പറയുന്ന പോലത്തെ ഒരു എനർജി തന്നെയാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഈ ഒരു അസ്വാഭാവികതയായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ ഈ ഒരു പേഴ്സൻ്റെ ഒരു മൈൻഡ് സെറ്റോ അവർക്ക് ചിലപ്പോൾ വലിയ പ്രോബ്ലം ആയിട്ട് തോന്നണമെന്നില്ല. അതുകൊണ്ട് തന്നെയായിരിക്കും നമ്മൾ പറഞ്ഞ പോലെ ചിലരെങ്കിലും ഈ ഒരു അവസ്ഥയിൽ നിങ്ങളുമായിട്ട് കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ ചോദിച്ചു കഴിഞ്ഞാൽ ദേഷ്യപ്പെടുന്നത്. കാരണം അവരുടെ മനസ്സിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നാളെ ശരിയാവും, അല്ലെങ്കിൽ ഇത് ഓക്കെ ആക്കാം എന്നുള്ള ഒരു പ്രതീക്ഷയുണ്ട്. പക്ഷേ ആ ഒരു കോൺഫിഡൻസ് ലെവൽ അവർ നിങ്ങൾക്ക് തരുന്നില്ല എന്നുള്ളതാണ്.
ഇപ്പോൾ നമ്മളിവിടെ കാണുന്നത് പോലെ അവർ ഏതൊക്കെയോ ഒരു കാര്യത്തിൽ സ്റ്റക്കാണ്. അല്ലാന്നുണ്ടെങ്കിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരവസ്ഥ. എന്നാൽ അതിൽ നിന്ന് പുറത്തേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ആക്ഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ്. ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണാം ആ ഒരു ബ്ലൈൻഡ് ആയിട്ടുള്ള എനർജിയാണ്. അതായത് ഈ ഒരു കണ്ണിലെ കെട്ടഴിച്ച് സത്യങ്ങൾ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് മുന്നിലേക്ക് വന്ന് ആക്ഷൻ എടുക്കാനായിട്ട് കഴിയുന്നത്. പക്ഷേ എന്തുകൊണ്ടും ഈ ഒരു പേഴ്സൺ അതിനകത്ത് ശ്രമിക്കുന്നില്ല, അല്ലെങ്കിൽ ചില കാര്യങ്ങൾക്കകത്ത് മുങ്ങിപ്പോകുന്നതായിട്ട് കാണാം. അപ്പോൾ തീർച്ചയായിട്ടും ഫ്രീഡം ആഗ്രഹിക്കുന്നുണ്ട്. ഈ ഒരു കെട്ടുപാടിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് ഈ ഒരു പേഴ്സൺ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അവർ തന്നെ ഇവിടെ നമ്മൾ കാണുന്നത് പോലെ ഒന്നും ചെയ്യാതെ ഇരിക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരെ അലട്ടുന്ന ആ ഒരു കാര്യം, അല്ലെങ്കിൽ എവിടെയാണോ അവരൊരു സ്വാതന്ത്ര്യമില്ലാതെ പോലെ കുടുങ്ങിക്കിടക്കുന്നത്, ആ ഒരു കാര്യമാണ് നിങ്ങൾക്കിടയിൽ തേർഡ് പാർട്ടി സിറ്റുവേഷൻ. അത് ആ ഒരു വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ സാഹചര്യമായിരിക്കാം, എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ആ ഒരു സിറ്റുവേഷനിൽ നിന്ന് പുറത്തേക്ക് വരാനായിട്ട് നിങ്ങളുടെ പേഴ്സണ് കഴിയുന്നില്ല. അവരവിടെ എത്തുമ്പോൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവുന്നു, ആക്ഷൻ എടുക്കുന്നില്ല, പിന്നത്തേക്ക് വെക്കുന്നു, മടിഞ്ഞിരിക്കുന്നൊരവസ്ഥ, ആ ഒരു ധൈര്യക്കുറവ്, ആങ്സൈറ്റി, ഫിയർ, ഇതെല്ലാം നമുക്കവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു കമ്മ്യൂണിക്കേഷനും കാര്യങ്ങളൊന്നും നടക്കുന്നില്ല. മൊത്തത്തിലൊരു തണുപ്പും മട്ടും കാര്യങ്ങളുമാണ് ഇപ്പോഴത്തെ ഈ ഒരു അവസ്ഥ വരെ കൊണ്ടെത്തിച്ചതെന്ന് നമുക്ക് കാണാനായിട്ട് കഴിയുന്നുണ്ട്. എന്നാൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഒരു അവസ്ഥയാണ്, എന്നാൽ നിങ്ങൾ കംപ്ലീറ്റ്ലി വേണ്ട, ഈ ഒരു റിലേഷൻഷിപ്പ് അവസാനിപ്പിക്കാം എന്നുള്ളൊരു മൈൻഡ് ഈ ഒരു പേഴ്സണില്ല. ഇവർക്ക് ഉള്ളിൽ പ്രതീക്ഷയുണ്ടെന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ആ ഒരു പ്രതീക്ഷ തരാനൊന്നും ഇവർക്ക് കഴിയുന്നുമില്ല എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്കിവിടെ കാണാം. ഇപ്പോൾ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആകെ മൊത്തം ഒരു മൗഢ്യത്തിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയിലാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത്. വലിയൊരു ഉഷാറുണ്ടാവണമെന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ പൊതുവെ എല്ലാ കാര്യത്തിലും ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ളൊരു സ്ലോ മൂഡിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു വ്യക്തി തീർച്ചയായിട്ടും ഇങ്ങനെ ഒരു സ്റ്റക്ക് സിറ്റുവേഷനിൽ, അല്ലെങ്കിൽ നമ്മളിവിടെ പറഞ്ഞതുപോലെ തന്നെ മൊത്തത്തിൽ ഒരു ഏഹ്, അലസമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റിലാണ് ഇരിക്കുന്നത്. ഈ ഒരു പേഴ്സൺ ഒരിക്കലും നിങ്ങളോട് എനിക്ക് ഈ റിലേഷൻഷിപ്പിൽ താല്പര്യമില്ല, ഞാനിത് അവസാനിപ്പിക്കുന്നു എന്നൊന്നും പറയുന്ന ഒരു വ്യക്തിയേ ഇല്ല. അങ്ങനെയുള്ളൊരു കാര്യങ്ങളൊന്നും നിങ്ങളോട് ഓപ്പണായിട്ട് പറഞ്ഞിട്ടുണ്ടാവണമെന്നില്ല. അപ്പോൾ അതും നിങ്ങളെ ഒരുപാട് കൺഫ്യൂസ്ഡ് ആക്കുന്നുണ്ടാവും. കാരണം താല്പര്യമില്ല, അല്ലാന്നുണ്ടെങ്കിൽ റിലേഷൻഷിപ്പ് പർപ്പസ്ഫുള്ളി ഞാൻ അവസാനിപ്പിക്കുന്നു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി നിങ്ങൾക്കൊരു ക്ലാരിറ്റി കിട്ടിയാനേ. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു ക്ലാരിറ്റി ഇല്ലാത്തത് ഇവർ ഈ കിടന്ന് ഉഴപ്പി കാണിക്കുന്നതുകൊണ്ടായിരിക്കും. ഇപ്പോൾ ഓൺ ആൻഡ് ഓഫ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ വരുന്നു, സംസാരിക്കുന്നു, പക്ഷേ ആ ഒരു ക്ലാരിറ്റി ഇല്ല. വീണ്ടും ഒരു സ്ലോ മൂഡിൽ പോകുന്നു, അല്ലെങ്കിൽ ഒരു പോസിൽ വരുന്നു, വീണ്ടും മിണ്ടുന്നു, ആ ഒരവസ്ഥ. അല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കംപ്ലീറ്റ്ലി ഇതേപോലെയുള്ള ഒരു രീതിയിലായിരിക്കാം പോകുന്നത്. വലിയൊരു റെസ്പോൺസ് ഒന്നും തരുന്നില്ല. ഇങ്ങനെ ഒരു വ്യക്തി അപ്പുറത്തുള്ളതായിട്ടുള്ള ഒരു ആവേശമോ താല്പര്യമോ അവർ കാണിക്കാതിരിക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പോൾ എത്ര പേർക്ക് ഇത് റെസനേറ്റ് ആവുമെന്നറിയില്ല. തീർച്ചയായിട്ടും ഈ ഒരു മട്ടാണ് ഇവിടെ ഇവിടെ നമുക്ക് കാണുന്ന ഒരു പേഴ്സൻ്റെ ഒരു എനർജി എന്ന് പറയുന്നത് ഈ ഒരു രീതിയിലാണ്. അവർക്ക് തന്നെ ഒരു തീരുമാനം എടുക്കാൻ പറ്റാതെ ഇരിക്കുന്ന ഒരവസ്ഥയാണ്. എന്ന് വെച്ചിട്ട് നമ്മൾ പറഞ്ഞ ആ പോയിന്റ്സും ശ്രദ്ധിക്കണം. മനസ്സിനകത്ത് നിങ്ങളുണ്ട്, അല്ലെങ്കിൽ ഈ ഒരു റിലേഷൻഷിപ്പ് നാളെ ഓക്കെ ആവും, അല്ലെങ്കിൽ ഇനി അതങ്ങോട്ട് ശരിയാവും എന്നുള്ളൊരവസ്ഥയാണ്. ഇപ്പോൾ ഒന്നും അവർ ചെയ്യുന്നില്ല. അതും നമ്മളിവിടെ എടുത്ത് പറയണം. അപ്പോൾ നമുക്കിനി നോക്കാം എന്തുകൊണ്ടാണ് ഈ ഒരു പേഴ്സൺ ഇങ്ങനെയുള്ള ഒരു രീതിയിൽ പെരുമാറുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ റിലേഷൻഷിപ്പിന് സംഭവിച്ചിട്ടുള്ളതെന്നുള്ള ഒരു ക്ലാരിറ്റി കൂടി നമുക്ക് നോക്കാം. Seven of Wands, Seven of Cups, Six of Cups, Three of Swords, Knight of Wands, Devil energy, Nine of Cups, Moon, Five of Wands, Ace of Pentacles, Two of Pentacles, Star. ഇവിടെ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ തന്നെ കാണാം, നമ്മളുടെ ഫസ്റ്റ് ടു എനർജീസിൽ തന്നെ ഇവിടെ
എക്സ്റ്റേണൽ ആയിട്ടുള്ള ഇൻ്റർഫിയറൻസ് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു പേഴ്സണിലാണെന്നുണ്ടെങ്കിലും ആ ഒരു എക്സ്റ്റേണൽ ഇൻറ്റേർണൽ കോൺഫ്ലിക്റ്റ് കാണാനായിട്ട് കഴിയുന്നുണ്ട്. ഇവിടുത്തെ പല എനർജീസിലും നോക്കിക്കഴിഞ്ഞാൽ കാണാം ഈ ഒരു പേഴ്സൺ ആകെ ഒരു ഇല്യൂഷനിലാണ്, കൺഫ്യൂസ്ഡ് മൈൻഡ് സെറ്റിലാണ്. കൺഫ്യൂസ്ഡ് നമ്മൾ നേരത്തെ നിങ്ങളുടെ റിലേഷൻഷിപ്പിലുള്ള ആറ്റിറ്റ്യൂഡിലും കണ്ടതാണ്. എന്നാൽ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിലും കാണാം ഇവർക്കൊരു ആങ്സൈറ്റി, ഫിയർ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ ആകെ മൊത്തം ഒരു തീരുമാനം എടുക്കാൻ കഴിയാത്തൊരവസ്ഥ, ഒരു സ്റ്റക്നെസ്, ചില കാര്യങ്ങൾ അവരെ ഭയപ്പെടുത്തുന്നു, അല്ലെന്നുണ്ടെങ്കിൽ ആ ഒരു ആങ്സൈറ്റിയിലേക്ക് പോകുന്നു. അവർക്ക് അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ ഒരു അകൽച്ചയിൽ ഈ ഒരു പേഴ്സൺ സെൽഫായിട്ട് തന്നെ മാറി നിൽക്കുന്നതായിട്ട് കാണാം. നമ്മൾ പറഞ്ഞതുപോലെ പുറമേ നിന്നുള്ള ആ ഒരു പ്രേരണ അത് ഇതിനകത്ത് നല്ലതുപോലെ കയറി വന്നിട്ടുണ്ട്. ഇനി ചിലരെ സംബന്ധിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ് ഒക്കെ പോലെ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അവർ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അതായത് മനസ്സുകൊണ്ട് ഈ ഒരു പേഴ്സൺ തീർച്ചയായിട്ടും ആഗ്രഹിക്കുന്നുണ്ടെന്നുള്ള എനർജി നമ്മൾ നേരത്തെ ആണെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും നമുക്ക് കാണാം ഈ ഒരു പേഴ്സൺ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അങ്ങനെ ആഗ്രഹിക്കുമ്പോഴും അതിനൊത്ത് ഉയരാനായിട്ട് അവർക്ക് കഴിയുന്നില്ല. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ആഗ്രഹിച്ചാൽ മാത്രം പോരാ. ആ ഒരു രീതിയിലേക്ക് നമ്മൾ മുന്നോട്ട് പോകാൻ കൂടി വേണം. അല്ലെങ്കിൽ ആഗ്രഹം മാത്രമായിട്ട് ഇരിക്കുകയാണെങ്കിൽ അവിടെ തന്നെ അങ്ങനെ ഇരുന്ന് പോവുള്ളൂ. ചിലപ്പോൾ നാളുകൾ കടന്നു പോകുന്നത് പോലും അറിയില്ല. പക്ഷേ ഒരു ആക്ഷൻ എടുക്കേണ്ടി വരുന്ന സന്ദർഭങ്ങളിൽ ഇവർ കൺഫ്യൂസ്ഡ് ആവുന്നു, പിന്നിലേക്ക് പോകുന്നു. അതായത് അവരൊരു നമ്മൾ പറഞ്ഞ പോലെ ഒരു ഇല്യൂഷനകത്താണ്, ഒരു പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർക്ക് എനർജറ്റിക് ആയിട്ട് ആക്ഷനോ കാര്യങ്ങളോ എടുക്കാൻ പറ്റാതെ ഇതിനകത്ത് മൗഢ്യപ്പെട്ടിരിക്കുന്നതായിട്ടാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതാണ് ഇപ്പോൾ ചിലരെങ്കിലും ആ ഒരു തേർഡ് പാർട്ടി ഇൻഫ്ലുവൻസ് ഒക്കെ അത്രയും സ്ട്രോങ് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ആണെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഈ പറഞ്ഞ പോലെ ഒരു ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ് അല്ലെങ്കിൽ അവരെ ഒന്ന് കുടുക്കിയിട്ടിരിക്കുന്ന പോലെയുള്ള ഒരു അവസ്ഥയിലായിരിക്കാം ആ ഒരു പേഴ്സൺ ഉള്ളത്. മെൻ്റലിയും അവർക്കൊരു ക്ലാരിറ്റി കിട്ടാത്തത് അതുകൊണ്ടായിരിക്കാം. ഇങ്ങനെയുള്ള വ്യക്തികളെ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് മനസ്സിലാവും അവർക്ക് ഫിസിക്കലിയും ഒരുപാട് അസ്വസ്ഥതകളുണ്ടാവും, മാനസികമായിട്ടല്ലാതെ തന്നെ. ഫിസിക്കലിയും അവർക്ക് തന്നെ അവരൊട്ടും ഓക്കെ അല്ല എന്ന് തോന്നിയേക്കാം. ചിലപ്പോൾ പുറമേ നിന്ന് കാണുന്ന വ്യക്തിക്ക് അവർക്ക് അത്രയും പ്രശ്നമില്ലല്ലോ എന്ന് ഫീൽ ചെയ്തേക്കാം. അതായത് മൊത്തത്തിൽ ഒരു അസ്വസ്ഥമായിട്ടുള്ളൊരു മൈൻഡ് സെറ്റ്. അതേപോലെ തന്നെ ശരീരത്തിൻ്റെ പല ഭാഗങ്ങളിൽ വേദന തോന്നുക, തലവേദന അനുഭവപ്പെടുക, ആകെ ക്ഷീണം തോന്നുക, പെട്ടെന്ന് ദേഷ്യം വരിക, മെൻ്റൽ ക്ലാരിറ്റി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുക. അപ്പം അങ്ങനെയുള്ള പല സിംറ്റംസും ഒരുപക്ഷെ ഈ ഒരു വ്യക്തിയിലും കണ്ടേക്കാം. അപ്പോൾ ഇവിടെയാണെന്നുണ്ടെങ്കിലും നമ്മളിത് നോക്കുമ്പോൾ ഈ ഒരു പേഴ്സൺ പ്രതീക്ഷിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഫ്യൂച്ചറിലേക്ക് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, ഹോപ്പുണ്ട്. പക്ഷേ കറൻറ്റ്ലി അവർക്കൊന്നും ചെയ്യാൻ കഴിയാതെ പല കാര്യങ്ങളിൽ പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു തടസ്സം, അല്ലെങ്കിൽ ആ പുറമേ നിന്നുള്ള ആ ഒരു തടസ്സങ്ങളും കാര്യങ്ങളൊക്കെ കാണാം. അതെല്ലാം ഇവരെ ഭയപ്പെടുത്തുന്നുണ്ട്. ഇവിടെ നമ്മൾ ഒരു എനർജി വളരെ പോസിറ്റീവായിട്ട് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നെക്സ്റ്റ് ഒരു എനർജി അവരെ ഒന്ന് പിന്നിലേക്ക് വലിക്കുന്നതായിട്ടാണ് കാണുന്നത്. അതായത് ഒരു സ്റ്റെപ്പ് മുന്നോട്ട് വെക്കുമ്പോൾ 2 സ്റ്റെപ്പ് പുറകോട്ട് പോകുന്നു. ആ ഒരു അവസ്ഥയിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇവർക്ക് ഈ റിലേഷൻഷിപ്പ് വൈസ് ഒന്നും ചെയ്യാൻ കഴിയാതിരിക്കുന്നത്. നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ വളരെ ഹോപ്പോടുകൂടി ഇരിക്കുന്നു, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു ഫുൾഫിൽമെൻറ്റ് നിങ്ങളുടെ അടുത്താണ് എന്നുള്ളൊരു തോന്നലോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാകുമ്പോൾ തന്നെ വീണ്ടും അവർ ഒരു ഇല്യൂഷനകത്ത് പെട്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു മൈൻഡ് സെറ്റും കൊണ്ട് അവിടെ അങ്ങനെ ഇരിക്കാനേ പറ്റുള്ളൂ. ഇവിടെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുമ്പോൾ ഒരു പുതിയ തുടക്കം, അല്ലാന്നുണ്ടെങ്കിൽ ഒരു ഫ്രഷ് സ്റ്റാർട്ട്, ആ ഒരു പുതിയ ഓഫർ കാര്യങ്ങളൊക്കെ കുറിച്ച് ഈ ഒരു പേഴ്സൺ ചിന്തിക്കുമ്പോൾ തന്നെ വീണ്ടും ഇവർ സ്റ്റക്കായി പോകുന്ന അവസ്ഥ, അല്ലെങ്കിൽ ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഏറ്റെടുക്കേണ്ടതായിട്ട് വരുന്നു, രണ്ടും കൂടി ഹാൻഡിൽ ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തോന്നൽ ആ ഒരു രീതിയിൽ ഡൗൺഫോളിലേക്ക് പോകുന്നു. ഇനി അതുപോലെ നമ്മളിവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പേഴ്സൺ പർപ്പസ്ഫുള്ളി നിങ്ങളുടെ റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ നിങ്ങളുമായിട്ടുള്ള ഓർമ്മകൾ കാര്യങ്ങളൊക്കെ അതിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണ്, അവരുടെ ഇപ്പോഴത്തെ ഒരു ലൈഫായിട്ട് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിനും കഴിയുന്നില്ല എന്നുള്ളത് നമുക്ക് കാണാം. അതായത് ഇപ്പോൾ ചിലപ്പോൾ നമ്മുടെ ലൈഫിൽ ഒരു തീരുമാനം എടുക്കാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ, നമ്മൾ നേരത്തെ നിങ്ങളുടെ കാര്യം പറഞ്ഞപ്പോൾ ആ ഒരു എനർജി പറഞ്ഞതാണ്, അതായത് സ്റ്റക്കാണ്. എന്നാൽ ഇതിനകത്ത് ഇത്തരം പ്രശ്നങ്ങളുണ്ട്, ഇത് വേണ്ട എന്ന് വിചാരിച്ചിട്ട് ഇറങ്ങാൻ പോകുമ്പോൾ പറ്റുന്നില്ല എന്ന് പറഞ്ഞതുപോലെ ഈ ഒരു വ്യക്തി നിങ്ങളുടെ റിലേഷൻഷിപ്പിലും ഇങ്ങനെയുള്ളൊരു അവസ്ഥയാണ്. എന്നാൽ ഇതിൽ നിന്നൊന്ന് പിന്മാറി നിൽക്കാം എന്ന് വിചാരിച്ചു കഴിഞ്ഞാലും ഈ ഒരു പേഴ്സൺ അതും കഴിയാത്ത ഒരു സിറ്റുവേഷനാണ്. ഒരുപക്ഷെ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു ആത്മബന്ധം കൊണ്ടായിരിക്കാം ഈ ഒരു പേഴ്സണ് എന്നാൽ നിങ്ങൾ ഒഴിവാക്കിയിട്ട് ഇപ്പോഴത്തെ ഒരു അന്തരീക്ഷം കംപ്ലീറ്റ്ലി ഹാപ്പി ആയിട്ട് പോകാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അതിന് നടക്കാത്തത്. അപ്പോൾ നമ്മൾ ചെകുത്താനും കടലിനും നടുക്ക് പെട്ട ഒരവസ്ഥ എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനിലൂടെയാണ് ഈ ഒരു പേഴ്സൺ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് അവർക്ക് നിങ്ങൾക്കൊരു ഉറപ്പ് തന്ന, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെ മുന്നോട്ട് പോകാൻ കഴിയാത്തതും, എന്നാൽ ഇപ്പോഴത്തെ അവരെ അലട്ടുന്ന ആ ഒരു പ്രശ്നം എന്താണോ അത് കംപ്ലീറ്റ് ഒഴിവാക്കാനായിട്ട് കഴിയാത്തതും. അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ക്ലൂസോ കാര്യങ്ങളൊന്നും എടുക്കുന്നില്ല. കാരണം ഈ ഒരു സിറ്റുവേഷനിലൂടെ പോകുന്ന വ്യക്തികൾ കുറച്ചേ ഉണ്ടാവുള്ളൂ, അല്ലെങ്കിൽ അവർക്ക് ചിലപ്പോൾ കേട്ട് കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും നിങ്ങളുടെ ഒരു അവസ്ഥയാണോ എന്നുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അവസ്ഥയാണെന്നുണ്ടെങ്കിൽ ഇത് വളരെ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു സിറ്റുവേഷനും കൂടിയാണ്. അപ്പോൾ നിങ്ങളിപ്പോഴും ഈ ഒരു പേഴ്സണെ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ ഒരു വ്യക്തിക്ക് ഒരു ഹോപ്പ് ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാം. ഇപ്പോഴത്തെ ഒരു അവസ്ഥ ഇങ്ങനെയാണ്, ആക്ഷൻ എടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവർ
ഒരു ഹോപ്പ് വിചാരിക്കുന്നുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ അങ്ങനെ പോലും മനസ്സമാധാനത്തോടെ ഇരിക്കാൻ കഴിയാത്ത വ്യക്തികളായിരിക്കും. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾ ഇതിനകത്ത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ യൂണിവേഴ്സിനോട് തന്നെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. നിങ്ങളുടെ ആ ഒരു റിലേഷൻഷിപ്പിൽ സ്ട്രോങ് ബോണ്ടിങ് ഉണ്ടാവാൻ, അല്ലെങ്കിൽ എന്താണോ തടസ്സമായിട്ട് നിൽക്കുന്നത്, സ്ട്രോങ് തേർഡ് പാർട്ടി സിറ്റുവേഷൻ ആയാലും അല്ലെങ്കിൽ ഈ ഒരു പേഴ്സണ് ഉണ്ടായിട്ടുള്ള ബ്ലാക്ക് മാജിക് എനർജി എഫക്റ്റ്, അങ്ങനെയുള്ള പല കാര്യങ്ങളും കൂടി ചേർന്നിട്ടായിരിക്കും ചിലപ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്നത്. അപ്പോൾ അത് ഒഴിവാക്കി തരാനായിട്ട് നിങ്ങൾ യൂണിവേഴ്സിനോട് തന്നെ ക്ലെയിം ചെയ്യുക. അപ്പോൾ ഇന്നത്തെ നമ്മളുടെ റീഡിംഗ് ഇത്രയേ ഉള്ളൂ. നാളെ മറ്റൊരു റീഡിങ്ങുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.